ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മളിത് അവിടെ സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തേത് ഇപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വ്ളോഗ് തന്നെയാണ്. ഇപ്പോൾ രാവിലെ നല്ലൊരു മഴയാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഉണ്ടോ, വെള്ളമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കൂടിയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു മഴ ദിവസമാണ് കേട്ടോ മിക്ക ദിവസങ്ങളിലും ഉണ്ടാവുക. അപ്പം രാവിലെ ഉപ്പ അമ്ലുവിനെ കൊണ്ട് അങ്ങനെ മദ്രസയിൽ പോവാണ്. ഒക്കെ രാവിലെ എണീക്കാൻ കുറച്ചൊരു മടിയാണ്. ഇപ്പം മഴയൊക്കെ തുടങ്ങിയാൽ അപ്പോൾ നമുക്കായാലും അങ്ങനെയല്ലേ, മഴയും തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ മൂടി പിടിച്ച് അങ്ങനെ ഉറങ്ങാൻ തന്നെയല്ലേ എല്ലാവർക്കും ഒന്നുകൂടെ ഇഷ്ടമുണ്ടാവുക. അങ്ങനെ ഓൾ മദ്രസയിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിന്. കിച്ചണിൽ ഇന്നിപ്പോൾ നമ്മൾ ദോശയായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം ദോശ ആയതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് അങ്ങനെ ചുട്ട് വെക്കുന്നൊന്നുമില്ല. അപ്പം മൊത്തമായിട്ട് ചുട്ട് വെച്ചാൽ ചൂടാറിയാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് അങ്ങനെ ചുട്ടെടുത്തതാണ്. ഇനിയിപ്പം ആരെങ്കിലും എണീക്കുന്ന സമയത്ത് കുറവാണെങ്കിൽ ഓർക്ക് അങ്ങനെ ചുടാലോ എന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ അളവിൽ മാത്രം കേട്ടോ ചുട്ടിട്ടുണ്ടായിന്. ഇന്നിപ്പം ദോശയ്ക്ക് ചട്നി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശ മാത്രമായതുകൊണ്ട് വേഗത്തിൽ അങ്ങ് ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിന്. സാധാരണ വേറെ എന്തൊക്കെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചട്നി നമ്മൾ എന്തായാലും ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പം തലേ ദിവസത്തെ ചിക്കൻ കറി തന്നെ കുറച്ച് കൂടുതൽ അളവിലുണ്ട്. അപ്പോൾ പിന്നെ രണ്ടും കൂടെ ഉണ്ടാക്കിയാൽ രണ്ടും അവിടെ ബാക്കിയായി കിടക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലങ്ങ് ഒതുക്കിയതിന്. അപ്പോൾ വേഗത്തിൽ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് പിന്നെ റൈസ് കുക്കറിൽ അങ്ങനെ ഇറക്കി വെച്ചാൽ അങ്ങനെ വെന്ത് കിട്ടുമല്ലോ. ഇന്ന് വേഗം പണി തീർത്തിട്ട് ടൈമുനെ അങ്കലവാടിയിൽ വിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടോ. ആകെ 2 ദിവസമായിട്ട് അവന് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ അങ്ങ് പെയ്തപ്പോൾ ഞാനും അങ്ങനെ മടിച്ച് പിന്നെ പറഞ്ഞു വെച്ചില്ല. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വിടാമെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ്. എൻ്റെ അടുത്തുള്ള ഓന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ പൊതുവേ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ എണീക്കൽ. രാത്രി അതേപോലെ തന്നെ നല്ലോണം വൈകിട്ട് ഉറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഓന് ഉറക്കമൊക്കെ നല്ലോണം തീർത്ത് ഒരു 9 മണി ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഓന് എണീറ്റ് വരൽ. അപ്പം ആ ഒരു സമയത്താട്ടോ ഇക്ക വിളിക്കണേ. അപ്പം ഇക്ക വിളിക്കുന്ന സമയത്ത് ചില സമയത്ത് ഓന് നല്ല മൂഡിലാണെങ്കിൽ സംസാരിക്കും, ചിലപ്പോൾ അങ്ങനെ മൈൻഡ് വെക്കുന്നില്ല. ഇന്നിപ്പം ചായ കുടിക്കണതിനോട് ഫോൺ അവിടെ അങ്ങ് വെച്ചെടുത്തപ്പം ഓന് ഓൻ്റേതായ ഇതിൽ ഓരോന്ന് പറഞ്ഞും ഇതാക്കിയൊക്കെ ഇങ്ങനെ സംസാരിക്കണമൊക്കെ ഉണ്ട്. അപ്പം ഓൻ്റെ ചായ കൂടെയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ താമലിന് പുതിയതായിട്ട് 2 ബുക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊതിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അത് പൊതിയിട്ടപ്പം ഓളെന്നെ പറഞ്ഞ് ഞാൻ തന്നെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഓളെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാട്ടോ. അപ്പം ഓളെന്നെ ഒറ്റയ്ക്ക് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് ബാഗിൽ വെച്ചിട്ട് ഓൾ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുക. അപ്പം ഓളെ സാധനങ്ങളൊക്കെ ഓളെപ്പോഴും ഒരു കരുതലാട്ടോ, എല്ലാം എടുത്ത് വെക്കാനും എല്ലാ ദിവസവും ബുക്കൊക്കെ ഓളെന്നെ നോക്കിയിട്ടൊക്കെ വെക്കും കേട്ടോ. ബോക്സായാലും ഒന്നും മറക്കാതെ എല്ലാം വെക്കലുണ്ട്. പിന്നെ എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ മുസമ്പി ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ടായിട്ടോ. അതും കൂടെ കുടിച്ച് ഓൾ വേഗത്തിൽ അങ്ങ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിക്കാൻ മടിയാണ്. പിന്നെ അപ്പം ആദ്യത്തെ സ്കൂളിലാണെങ്കിലും 10 മണിക്ക് നമ്മൾ സ്നാക്സ് അങ്ങനെ കൊടുത്ത് വിടലുണ്ടായിന്. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ തോന്നല്ലോ ഓൾക്ക് വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് നിർബന്ധിച്ച് അങ്ങനെ കുടിപ്പിക്കലാണ്. ഒരു സ്കൂൾ പോക്കൊക്കെ കഴിഞ്ഞ് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. മുറ്റത്ത് നമ്മൾ എങ്ങനെ വിലട്ടിയാലും നമുക്കുള്ളത് അവിടെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. കുറച്ച് ഇലകൾ ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാവിൻ്റെ ഇല കുറച്ച് അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊന്ന് വേഗത്തിൽ അടിച്ച് വാരിയൊക്കെ ഇട്ട് അങ്ങനെ തിരിച്ചു വന്നിട്ടോ. ഇപ്പം തക്ക നോക്കിയിട്ട് വേണമല്ലോ മുറ്റടിക്കാൻ. ഇങ്ങനെ മഴ ഉണ്ടോ ചാറലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ കേട്ടോ നമ്മൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങൽ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നപ്പം ഐബു മുസമ്പി എടുത്തിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നതിന്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ മുസമ്പി ഇങ്ങനെ ജ്യൂസാക്കി കൊടുക്കണൊക്കെ. അപ്പോൾ ഓനെന്നെ ഒറ്റയ്ക്കിൻ്റെ കൂടെ തന്നെ വന്ന് ഞാൻ ഒരു വലിയ മിക്സി അങ്ങനെ എടുത്തിട്ടാട്ടോ അടിക്കാൻ നോക്കിയിട്ടുണ്ടായിന്. ഓനാണെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതവിടെ വെപ്പിച്ച് എന്നോട് ചെറിയ മിക്സിൻ്റെ ജാറെടുത്ത് അതിലാട്ടോ പിന്നെ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഓൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് എടുത്ത് വെക്കുക വേണ്ടാന്ന് പറഞ്ഞിട്ട്. എന്താണെന്നറിയില്ല, ഓനക്കിങ്ങനെ തോന്നായിരിക്കും ഇതിൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ഓനക്കതിലങ്ങനെ ഇട്ട് കൊടുത്ത് ജ്യൂസൊക്കെ റെഡിയാക്കി കൊടുത്ത്. അപ്പം ഓന് കൂടെ വരുന്നതിനല്ലോ ഓനക്കിതെല്ലാം കാണണം. ഓനക്ക് മിക്സിൻ്റെ അടുത്ത് അങ്ങനെ കയറിയിരിക്കണം, നോക്കണം, ഓനക്ക് മിക്സിൻ്റെ സ്വിച്ച് ഇടണം, എല്ലാം ഓന് നമ്മളെ കൂടെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളെ കൂടെ അങ്ങനെ വരലിട്ടോ. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്കിപ്പോൾ ജ്യൂസൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ മിക്സിൻ്റെ അടുത്ത് കയറി നിന്ന് അത് നോക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ വേഗത്തിൽ അങ്ങ് നോക്കുക. ഇന്നിപ്പോൾ ഈ ഒരു മീനില്ലേ ചെറിയ വെത്തൽ മീൻ അത് കിട്ടിയിരുന്നു. പിന്നെ കുറച്ച് അയിലയും കൂടെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിട്ടോ. ഈ ഒരു മീൻ പൊരിക്കാമെന്ന് വിചാരിച്ച്. അത് പൊരിക്കുമ്പോഴാട്ടോ എല്ലാവർക്കും ഒന്നുകൂടെ കൂടുതലിഷ്ടം. അയില കുറച്ചെടുത്ത് കറിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം മീനിൻ്റെ പരിപാടികൾ വേഗത്തിൽ അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലേക്കുള്ള സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ
ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഇതാ ഇഞ്ചി, പെരുംജീരകം, വെളുത്തുള്ളി അങ്ങനത്തെ കൂടെ ഒന്ന് ചതച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂടുതലും ഇങ്ങനെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കൽ, അല്ലെങ്കിൽ പിന്നെ പൊടിയായിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. പെരുംജീരവും കറിവേപ്പിലയും കൂടെ അരച്ചിട്ട് അങ്ങനെ അരച്ചിട്ട് നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പൊരിക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ കേട്ടോ അതിൻ്റെ പൊടി അങ്ങനെ ചേർത്തെടുക്കൽ. പിന്നെ അതാ നമ്മൾ പൂളയും ചേമ്പും കൂടെ വെച്ചിട്ടൊരു കൂട്ടാൻ പോലെ അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. മീൻകറി ഉണ്ടാക്കുമ്പം മീൻകറി ഒറ്റയ്ക്ക് കഴിക്കാൻ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് മീൻകറി ഉണ്ടാക്കുന്ന എല്ലാ ദിവസവും നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കറി അതിൻ്റെ കൂടെയായിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ചേമ്പും പൂളയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ സാധാ പോലെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ വറവിട്ട് അതിലേക്ക് ഈ പൂളൻ്റെ ഈ ഒരു മിക്സും കൂടെ അങ്ങനെ ഒഴിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ ആ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടാനൊക്കെ വേറെ രസമല്ലേ, നമ്മൾ ചോറിൻ്റെ കൂടെ അങ്ങനെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ കുറച്ച് മമ്പയറും കൂടെ ഉണ്ടായിട്ടുണ്ട്. മമ്പയർ കുറച്ച് നേരത്തെ അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് വറവിട്ടെടുക്കാണ്. അത് ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ആട്ടോ ചേർത്തെടുക്കുന്നത്. ചെറിയുള്ളിയും കറിവേപ്പിലയും പിന്നെ മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ ആട്ടോ വറവിട്ടെടുക്കൽ. അപ്പോൾ ഇതാ മുളക് പൊടി കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല മമ്പയറും കൂടെ അങ്ങ് ചേർത്തെടുത്തിട്ട് അതിൻ്റെ പരിപാടിയും കൂടി വേഗത്തിൽ അങ്ങ് തീർത്തിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഉച്ചക്കേക്കുള്ള ഒരുവിധം കറികളും കൂട്ടാനുകളും ഒക്കെ റെഡി ആയിട്ടുണ്ടായിട്ടോ. ഇനിയിപ്പം അവസാനമായിട്ട് ഇതാ മീനൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. കുറച്ച് സമയം മസാലയൊക്കെ തേച്ച് അങ്ങനെ വെച്ചതിന്, എന്നാലല്ലോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ പൊരിക്കുന്ന സമയത്ത്. എന്താ മീൻ കറി ഇവിടെ അങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീനും സാവധാനം അങ്ങനെ പൊരിച്ചെടുക്കുക. ഒരുപാട് നെരിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, എന്നാലും ഒരുവിധം നെരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ അതാ കുറച്ചൊക്കെ പൊരിച്ചെടുത്ത് ബാക്കിയുള്ളത് രണ്ടാമതും അതിലേക്ക് അങ്ങനെ ഇട്ടെടുത്തിട്ട് ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരുവിധം പണികളൊക്കെ കഴിഞ്ഞപ്പം ഐബൂന് എന്തെങ്കിലും കൊടുത്തോക്കാന്ന് വിചാരിച്ചിട്ട് ചോറ് എടുത്തിട്ട് അങ്ങനെ പോയതിന്. അപ്പോൾ ഇതാ ഓന് മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാം. നമ്മളിപ്പം അങ്ങാടിയിൽ തന്നെ കേട്ടോ വീട്, അതുകൊണ്ട് നമുക്ക് എന്താവശ്യത്തിനും കുറേ ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കാണുന്ന ഈ മുന്നിലുള്ള ഈ ഒരു കടയിൽ തന്നെ കേട്ടോ ബാർബർ ഷോപ്പിൽ. അപ്പം അതുകൊണ്ട് വേഗത്തിൽ തന്നെ അങ്ങ് വെട്ടി കഴിയൊക്കെ ചെയ്യും. അപ്പം ഒഴിവുള്ളതിനനുസരിച്ച് അങ്ങനെ വിളിക്കല. അപ്പം ഒരു മുടി പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് തന്നെ നല്ലോണം നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെരുന്നാളിൻ്റെ അടുത്ത് തലേ ദിവസമാണ് നമ്മളിങ്ങനെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കിനി. പിന്നെ തലേ ദിവസമൊക്കെ ആകുമ്പോൾ നല്ലൊരു തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ 1 മണി 2 മണിയൊക്കെ ആകുന്ന ഒരേ ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ വിട്ടുപോയതിന്. അപ്പോഴേക്ക് തോന്നെ മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായി വന്നിട്ട് കേട്ടോ. അപ്പം വന്നപ്പോൾ തന്നെ നമ്മളിങ്ങനെ അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് സംഗതിയായാലും പുതുമ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാൻ നല്ല ഇഷ്ടമല്ല ഉണ്ടാവും അവൾക്ക്. അങ്ങനെ ആ നേരം ഉമ്മക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ ഉമ്മ കണ്ട് ഉമ്മയും ഓനെ സോപ്പിട്ട് ഇങ്ങനെ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ കൂടിയിട്ട് പിന്നെ ഉപ്പൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഉപ്പ അവിടെ അല്ലേ കേട്ടോ. അപ്പോൾ ഉപ്പിനെ തിരഞ്ഞിങ്ങനെ കിച്ചണിലേക്ക് പോകും. അപ്പോൾ ഉപ്പ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തിരിച്ച് പോന്നിട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്